മടക്കി കിടത്തി വലത്തെ കടിച്ചതും ഗൗരിയുടെ സീൽക്കാരം മെല്ലെ പുറത്തേക്ക് ചാടി. ഹരി മുഖമുയർത്തി അവളെ നോക്കിയതും ഗൗരി ഒന്ന് ചിരിച്ചു. അവനും ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർക്കാൻ പോയതും വാതിലിൽ മുട്ടുകേട്ടതും ഒരുമിച്ചായിരുന്നു. ഈ നേരത്ത് ദേഷ്യത്തോടെ എഴുന്നേറ്റവൻ മുണ്ടു മുറിക്കിയതും ബെഡിൽ എണ്ണീറ്റിരുന്ന് ചിരിയാണ് ഗൗരി. ഹരി അവളെ കൂർപ്പിച്ചു നോക്കി. ഹരി, ദേ ബിബി വന്നിട്ടുണ്ട്, നീ ഒന്ന് വന്നേ. വീണ്ടും തട്ടലിനൊപ്പം അമ്മയുടെ ശബ്ദം. പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് അവൻ വാതിൽ തുറക്കാൻ പോയതും സാരി നേരെയാക്കി വേഗം തന്നെ ബെഡിൽ നിന്ന് ഇറങ്ങി ഗൗരി. അജയുടെ വീട്ടിലേക്ക് പോകാൻ വന്നതാണ് ബിബി. നാളെയാണ് അജയുടെ കല്യാണം. ഇന്ന് രാത്രിയും ഫംഗ്ഷനുണ്ട്. അങ്ങോട്ട് പോകാനാണ്. ബിബി കയറിയതും ഹരി ബൈക്കെടുത്തു. മുറ്റത്ത് ചിരിയോടെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ മിററിലൂടെ നോക്കെ ഹരിയുടെ ഇടനെഞ്ചിൽ പ്രണയം തുളുമ്പി. ചുണ്ടിൽ പുഞ്ചിരി തൂകി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വിയർത്തൊട്ടിയ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയായിരുന്നു ഹരി. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ കുഞ്ഞി? ഷർട്ടഴിച്ച് സൈഡിലേക്ക് എറിഞ്ഞുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കിയവൻ. സാരിയും പിടിച്ച് ചുണ്ടും പിളർത്തി നിൽപ്പാണ്. ഹരിക്ക് ചിരി വന്നുപോയി. പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. ഇതൊന്നും ശരിയാവുന്നില്ല ഹരിയേട്ടാ, പട്ടായതുകൊണ്ട് കൈ നിൽക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ വലിച്ചു കയറ്റുന്നത്. മുന്നിലെ ഞൊറി പിടിച്ച് അവന് നേരെ കാട്ടി അവൾ. അമ്മയുടെ അടുത്ത് പോകാനല്ലേ നിനക്ക്? അമ്മയ്ക്ക് ഇതൊക്കെ എളുപ്പമാണ്. ഞാൻ കരുതി എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന്. അമ്മയ്ക്ക് ഒരുങ്ങാനുള്ളതല്ലേ, വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയതാ. പക്ഷേ ഉടുക്കുമ്പോൾ അല്ലേ ഇതിൻ്റെ ശരിക്കുള്ള വശം പിടികിട്ടിയത്. വീണ്ടും ഞൊറിഞ്ഞെടുക്കുന്നതിനിടയിൽ പറയുന്നുണ്ടവൾ. ഹരി ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ലാവൻഡർ കളർ പട്ടാണ് അവളുടെ സാരി. അതിങ്ങനെ ഞൊറി നിൽക്കാതെ അഴിഞ്ഞു പോവും. അതിനെ പിടിച്ചു വെക്കാൻ നോക്കുകയാണ് ഹരി. നോക്കി ചിരിക്കാതെ ഒന്ന് സഹായിക്കണ്ട ഹരിയേട്ടാ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. ചുണ്ട് ചുളുകി ഗൗരി പറയെ തോർത്ത് തലയിൽ ചുറ്റി സാരി കയ്യിലെടുത്തവൻ. തിരക്കൊക്കെ കഴിഞ്ഞോ അവിടെ? അവൻ നന്നായി ഞൊറിഞ്ഞെടുക്കുന്നതും നോക്കി അവൾ നിവർന്നു നിന്നു. ഏയ് കഴിഞ്ഞില്ല. മുസ്തവും ശ്രീ ഒരുങ്ങി വരുന്നതും ഞാൻ മുങ്ങിയതാ. നിങ്ങളെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു. 10:30 മുഹൂർത്തം. ഇപ്പം തന്നെ 9 മണിയാവാറായില്ലേ? ഹരി പിന്നിലായി കൈ നീട്ടിയതും ഗൗരി കൈയെത്തിച്ച് മേശപ്പുറത്ത് നിന്ന് എടുത്തു കൊടുത്തു. അത് കുത്തി മുകൾ ഭാഗം പിടിക്കാൻ ഗൗരിയുടെ കയ്യിൽ കൊടുത്തു. ഹരി മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് താഴെയും ഞൊറി നേരെയാക്കി കൊടുത്തു. മുറുക്കി പിടിച്ചോ കുഞ്ഞി, ഞാനിവിടെ പഴിക്കുമ്പോൾ കയ്യിൽ നിന്ന് തന്നെ സാധ്യതയുണ്ട്. ഓരോ ഞൊറിയും കയ്യിൽ മുറുക്കി വലിച്ചുകൊണ്ട് അവൻ പറയെ ഗൗരി തലയാട്ടി മുറുക്ക പിടിച്ചു. ഹരിയേട്ടൻ ഇതൊക്കെ എവിടുന്നാണ് പഠിച്ചത്? അവൻ നന്നായി ചെയ്തത് കണ്ട് അവളുടെ അതിശയമാണ്. ഹരി കള്ളച്ചിരി ചിരിച്ചു. ആവൂ, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, ശരിയായിട്ടുണ്ട്. ഇനിത്താ. അവൻ എണ്ണീറ്റ് നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ഗൗരിയും ആ നിമിഷമാണ് അവനെ നോക്കിയത്. ഇരു കണ്ണുകളും ഇടഞ്ഞതും ഹരിയുടെ ചുണ്ടുകൾ വിരിഞ്ഞു. അവൻ മെല്ലെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് ആ നെറ്റിയിൽ അമർത്തി മുത്തി. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. പൊടുന്നിനെ അടിവയറ്റിലറിഞ്ഞ കൈകളുടെ ചൂടിൽ അവളൊന്നും ഞെട്ടി. അതേ പകപ്പോടെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ സാരിക്കുള്ളിലൂടെ ഞൊറിയിട്ടുകൊണ്ട് അതിൽ മുറുക്ക പിടിച്ചു നിൽക്കുന്നവനെ കാണെ അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. ഹരിയുടെ ശബ്ദം നന്നെ നേർത്തുപോയി. പ്പോടെ അവനെ നോക്കി. വൈകും ഹരിയേട്ടാ, പതിഞ്ഞ അവളുടെ ശബ്ദം. സാരിയിൽ പിടിച്ച് ഒറ്റ വലിയിൽ അവളെ നെഞ്ചിലേക്കിട്ടവൻ. ആ തോളിൽ പിടിച്ച് ഗൗരി നിന്നുപോയി. കുറച്ച് വൈകട്ടെ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ചെവിയിടുക്കിൽ അവൻ്റെ നിശ്വാസച്ചൂട്. ഗൗരി പിടഞ്ഞ് കണ്ണുകൾ ഇറുക്കി അടച്ചു. ചെവിയോരത്തമർത്തി മുത്തിക്കൊണ്ട് അവിടെ നാവ് കൊണ്ടൊന്ന് തലോടി. സിൽക്കാരം പോലെ അവളുടെ വിളി. ഹരിയുടെ നെഞ്ചൊന്ന് പിടച്ചു. അരയിലൂടെ അവളെ ചുറ്റിപ്പിടിച്ച് ആ നീണ്ട കഴുത്തിൽ മുഴുവനായും മുഖമമർത്തി വെച്ചവൻ. ഗൗരി അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിമുറക്കി. അടിവയറ്റിലറിയുന്ന അവൻ്റെ കൈകളുടെ ചലനം അവളെ വല്ലാതെ തളർത്തി. കാൽത്തുമ്പിൽ നിന്നൊരു മിന്നൽ ഹൃദയത്തിലേക്ക് പാഞ്ഞു കയറി വരുന്നത് പോലെ. കഴുത്തിലാകമാനം ചുണ്ടിഴച്ചവൻ താടിത്തുമ്പിലൂടെ ആ കീഴ്ച്ചുണ്ടിലെത്തി നിന്നതും ഗൗരി അവനെ കണ്ണുകൾ തുറന്നു നോക്കി. ആ കുഞ്ഞിക്കണ്ണുകളും അവളിലാണ്. അവളുടെ നോട്ടത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് തന്നെ ഹരി അവളെ നാവിനാൽ പൊതിഞ്ഞു. ദീർഘനേരം നീണ്ടുനിന്ന ചുംബനം. ഒടുവിൽ ഗൗരി പിടഞ്ഞതും ഹരി മെല്ലെ ചുണ്ടുകളെ മോചിപ്പിച്ച് കൈവലിച്ചെടുത്തതും ഏങ്ങലോടെ അവൻ്റെ രോമത്തിൽ പിടിച്ചു വലിച്ചുപോയി. ഗൗരി പിടിച്ച് പറിക്കുമോ? കീഴ്ചുണ്ടിനെ തഴുകിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം. ഗൗരി ആ വിരലിനെ വായിലാക്കി കടിച്ചതും ഹരി വേദനയിൽ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. സാരി ശരിയാക്കാൻ വിളിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മാറങ്ങോട്ടെ. നെഞ്ചിൽ പിടിച്ച് തള്ളി അവൾ തിരിഞ്ഞു നിന്ന് ശ്വാസം നേരെയാക്കുമ്പോൾ ഹരി പുറകിലൂടെ ആഞ്ഞു പുലർന്നു.
ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ കറിവേപ്പില അല്ലോടി. കാതും തുമ്പിൽ പല്ലുകൊണ്ട് കടിച്ചുകൊണ്ട് അവൻ ആ വയറിനെ തഴുകിയതും ഗൗരി വേദനയിൽ കുതറി. അടങ്ങി നിൽക്കടിയോടെ. അവൻ്റെ മുഖം കഴുത്തിലൂടെ പുറത്തേക്ക് ഇഴഞ്ഞു. ഹരിയേട്ട മതി. അവൾ ആകെ പുളഞ്ഞു പൊന്തി. ഇടുപ്പിലൂടെ മുറുക്ക ചുറ്റി നെഞ്ചിലേക്ക് ഇറുക്കിക്കൊണ്ട് അവൻ ആ മുടി വകഞ്ഞു മാറ്റി പുറത്തായി നാവിഴച്ചതും അവളുടെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ അത്ഭുതത്തോടെ എഴുന്നേറ്റ് വരുന്നത് കൗതുകത്തോടെയാണ് ഹരി നോക്കിയത്. അവൻ്റെ മുഖം മെല്ലെ അടർന്നതും കൈകളെടുത്തു മാറ്റി മാറി നിന്നു ഗൗരി. കൂർപ്പിച്ചു നോക്കുമ്പോൾ ഹരി അവളെ മൊത്തത്തിൽ നോക്കുകയാണ്. ഇത് ഹരിയേട്ടാ, ഇങ്ങനെ നോക്കാതെ പോയി കുളിച്ചു വന്നേ, പോണം നമുക്ക്, അമ്മ ഒരുക്കി കാണും. അവൻ്റെ നോട്ടത്തിൽ വിറച്ചുകൊണ്ട് ചൊടിയോടെ പറഞ്ഞവൾ. ഹരി തലയിലെ മുണ്ടെടുത്തുകൊണ്ട് കഴുത്തിലേക്കിട്ട് പൊതിഞ്ഞു വെക്കിടി പൊണ്ടാട്ടി, വെറുതെ മനുഷ്യൻ്റെ കൺട്രോൾ കളയാനായിട്ട്. ബാത്റൂമിലേക്ക് പോകുന്ന പോക്കിൽ അവളുടെ വയറിൽ പിച്ചിക്കൊണ്ടവൻ പറഞ്ഞതും ഗൗരി കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. പിന്നെ സ്വയവും മാറിൽ നിന്നൂർന്നിറങ്ങിയ സാരി കാണെ കണ്ണുകൾ ഇറുക്കിയടച്ച് ചിരിച്ചുപോയി പെണ്ണ്. 10:30 മണിക്കാണ് മുഹൂർത്തം. 10 മണി കഴിയുമ്പോൾ തന്നെ എല്ലാവരും അമ്പലത്തിലെത്തിയിരുന്നു. അമ്പലത്തിൽ താലികെട്ടും അടുത്തുള്ള വലിയ ഓഡിറ്റോറിയത്തിൽ സദ്യയും അതാണ് ഏർപ്പാടാക്കിയത്. നാടാകെ വിളിച്ചു. ആർഭാടത്തിൽ തന്നെയാണ് ഫംഗ്ഷനൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അമ്പലത്തിലുണ്ടായിരുന്നു. അമ്മയെയും ഗൗരിയെയും ഹീതുവിനെയും അവിടെ ഇറക്കിപ്പോയവനെ പിന്നെ കണ്ടതേയില്ല. ഇടയ്ക്ക് എപ്പോഴും അജയെയും വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് നടക്കുന്നത് ഒരു മിന്നായം പോലെ ഗൗരി കണ്ടിരുന്നു. അനു ഉള്ളതുകൊണ്ട് തന്നെ ഗൗരി അവളുടെ കൂടെയായിരുന്നു. ഒരുപാട് നാളത്തെ വിശേഷം പറയാൻ ബാക്കിയുണ്ടല്ലോ. രണ്ടാളും കയ്യിൽ കോർത്തു പിടിച്ച് ഒരുമിച്ച് നിന്നു. കൃത്യം 10:30 മണിയായതും അജയ് ആരതിയുടെ കഴുത്തിൽ താലി ചാർത്തി അവൻ്റെ പാതിയാക്കി. ചുറ്റും നിന്നവർ പൂക്കൾ അവരിലേക്ക് വർഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചു. ഓഫീസിൽ ഒപ്പിട്ട് ഫോട്ടോ ഷൂട്ടും കഴിഞ്ഞ് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു. കഴിക്കാൻ സമയമായതും തിളച്ചു മറിയുന്നത് പോലെയുള്ള തിരക്കായി. എല്ലാവരും ഫസ്റ്റ് റോയിൽ തന്നെ ഇരിക്കാൻ തിക്കും തിരക്കും കൂട്ടി. കുട്ടികളുടെ കരച്ചിലും മുതിർന്നവരുടെ സംസാരവും ഒക്കെയായി ഹാളിൽ ബഹളം നിറഞ്ഞു. ഒട്ടും പറ്റാതെയായതും ഗൗരിയും അനുവും ഹീതും കുറച്ച് ഫ്രീ ഉള്ളിടത്തേക്ക് മാറി നിന്നു. അമ്മ കുടുംബശ്രീ സഭയുടെ കൂടെയാണ്. സാരി ഉടുത്ത് നല്ല പ്രയാസം തോന്നിക്കും ഗൗരിക്ക്. കൂടെ നല്ല ചൂടും. സ്റ്റേജിൽ നിന്ന് ചിരിയോടെ എല്ലാവരോടും വർത്താനം പറയുന്നവരെ നോക്കി അവർ മൂന്നാളും അവിടെ തന്നെ ഇരുന്നു. അതിനിടയിൽ വിയർത്തു കുളിച്ച് ഹരി അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് കാണെ ഗൗരി എഴുന്നേറ്റ് നിന്നു. കഴിച്ചാണോ കുഞ്ഞി? തോളിലൂടെ അവളെ ചേർത്ത് പിടിച്ചാണ് അവൻ്റെ ചോദ്യം. ഗൗരി ഇല്ലെന്ന് തലയാട്ടി. കണ്ണുകൾ അവൻ്റെ മുഖത്താണ്. വിയർത്ത് ചുവന്നു നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. ഞാൻ സീറ്റ് റെഡിയാക്കാം, നിങ്ങൾ മൂന്നാളും വാ. ഹരിയേട്ടൻ കഴിക്കുന്നില്ലേ? ചോദിക്കുന്നതിനൊപ്പം ടവല് കൊണ്ട് അവൻ്റെ മുഖത്തെ വിയർപ്പ് ഒപ്പുന്നുണ്ട് ഗൗരി. ഹരിയിൽ മനോഹരമായ ചിരി വിരിഞ്ഞു. ഞങ്ങൾ പിന്നെ ഇരിക്കാം, ഒരുപാട് പേരുണ്ട് കഴിക്കാൻ. നീ ഇവരെയും അമ്മയും കൂട്ടി ബാക്കി രണ്ടാളുടെ അമ്മമാരെയും കൂട്ടി വാ, ഞാൻ റോ തന്നെ ഒഴിച്ചിടാം. അവൻ നടക്കാനാഞ്ഞതും ഗൗരി ആ ഷർട്ടിൽ പിടിച്ചു. അവൻ തിരിഞ്ഞവളെ സംശയത്തോടെ നോക്കി. കഴിച്ചിട്ട് വേഗം പോവാ ഹരിയേട്ടാ, മടുത്തു. പെണ്ണിൻ്റെ മുഖം വാടി. സാരി എടുത്തുള്ള അവളുടെ ബുദ്ധിമുട്ട് അവന് മനസ്സിലായി. ഓക്കെ, പോകാൻ തോന്നിയാൽ വിളിക്കുക, ഞാൻ കൊണ്ടുപോയി ആക്കാം. ഇപ്പം കഴിക്കാവാ. കവളിൽ തട്ടി അവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് അവൻ അവിടുന്ന് പാഞ്ഞു. ചുറ്റുമുള്ളവരൊന്നും രണ്ടാൾക്കും ഒരു പ്രശ്നമേ അല്ല. ആര് കണ്ടാലും ഒന്നുമില്ല. അവരെ കൗതുകത്തോടെ നോക്കിയിരുന്ന അനു നിറഞ്ഞ ചിരിയോടെ കണ്ണു വെട്ടിച്ചു. അവളുടെ മനസ്സും നിറഞ്ഞു. എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. ഒരു റോ മൊത്തം അവർ തന്നെ. ഗൗരി, അനു, ഹീതു, അമ്മ, ബിബിയുടെ അമ്മച്ചി, പെങ്ങൾ, മുസ്തുവിൻ്റെ ഉമ്മ, അങ്ങനെ അവർ മാത്രം. 8 കൂട്ടം കറിയും കുത്തരിച്ചോറും പായസവും എല്ലാം കൂടി ഗംഭീര സദ്യ. ഗൗരി വയറ് നിറയോളം കഴിച്ചു. പിന്നെ അവൾക്ക് സദ്യയുടെ ക്ഷീണമായിരുന്നു. ഹരിയോട് വീട്ടിൽ വിടാൻ പറഞ്ഞതും അവൻ അജയുടെ കാറെടുത്ത് അവളെയും ഹീതുവിനെയും വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി. അമ്മ പിന്നെ വരാമെന്ന് പറഞ്ഞു. അവരെ മുറ്റത്തിറക്കി. അപ്പോൾ തന്നെ ഹരി അവിടെ നിന്ന് തിരിച്ചു വന്നിരുന്നു. ഫോട്ടോ സെക്ഷനും കഴിപ്പുമൊക്കെ ബാക്കി കിടപ്പുണ്ട്. ഡ്രസ്സ് മാറി ഹീതു ബെഡിലേക്ക് വീണതും മുൻവശത്തെ ഡോറടച്ച് താക്കോൽ ജനലിൽ വെച്ചുകൊണ്ട് ഗൗരിയും മുറിയിലേക്ക് കയറി. രാത്രിയൊന്ന് ശരിക്കും ഉറങ്ങിയത് പോലുമില്ലല്ലോ. കൂടെ വയറ് നിറഞ്ഞതുകൊണ്ട് നല്ല ഉറക്കവും വരുന്നുണ്ട്. സാരിയുടെ പിന്നൊക്കെ ഊരി അവ വലിച്ചിട്ട് അതുപോലെ അവളും ബെഡിലേക്ക് വീണു. അപ്പോൾ തന്നെ ഉറങ്ങുകയും ചെയ്തവൾ. വയറിലൂടെ ഇഴയുന്ന കൈകളുടെ തണുപ്പ്. ഗൗരിയുടെ കണ്ണുകൾ ഒന്നനങ്ങി. വീണ്ടും അവ വയറിലൂടെ ചുറ്റി അവളെ ചേർത്ത് കിടത്തിയതും ഗൗരി ഉറക്കച്ചടവോടെ തിരിഞ്ഞു കിടന്നു. നനവുള്ള നഗ്നമായ നെഞ്ച്, അതാണ് കണ്ണിൽ ആദ്യം തെളിഞ്ഞത്. ആ നെഞ്ചിലേക്ക് മുഖമമർത്തി പുണർന്നുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. ഹരി അവളെ നെഞ്ചിലേക്ക് എടുത്തു കിടത്തി ആ നെറ്റിയിലൊന്ന് മുത്തി. സമയം എത്രയായി ഹരിയേട്ടാ? അവൾ അപ്പോഴും ഉറക്കച്ചടവാണ്. 11:30.
ഗൗരി പൊടുന്നനെ കണ്ണുകൾ തുറന്നു. അയ്യോ, രാത്രിയായോ? ഒരുപാട് വൈകിയല്ലോ. ഞാൻ പിടച്ചിലൂടെ എണ്ണീക്കാൻ നിന്നവളെ അവൻ നെഞ്ചിലേക്ക് ചേർത്ത് ഇറുക്കി. അമ്മയൊക്കെ കടന്നു, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഇനി എണീറ്റിട്ട് ഒട്ടും കാര്യമില്ല. അമ്മ, അമ്മ എന്നെ എന്താ വിളിക്കാഞ്ഞേ? അവളുടെ ശബ്ദം നേർത്തു. അമ്മയും കുറച്ചു മുമ്പാണ് വന്ന് കയറിയത്. അജയുടെ വീട്ടിലായിരുന്നു. നീ എണീറ്റ് വല്ലതും കഴിച്ച് കിടക്ക് കുഞ്ഞി. ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ? ആ മുടിയിഴകളിൽ അവൻ മെല്ലെ തലോടി. വേണ്ട ഹരിയേട്ടാ. അവൻ്റെ കഴുത്തിലേക്ക് മുഖം വീഴ്ത്തി. ഗൗരിക്കിടക്കെ ഹരിയൊന്ന് വിറച്ചു. തണുത്തുറഞ്ഞ ശരീരത്തിലേക്ക് പടരുന്ന അവളുടെ ചൂട് അവൻ്റെ നെഞ്ചിടിപ്പൊന്നുയർന്നു. ഉറങ്ങിക്കോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വാത്സല്യത്തോടെ ആ മുടിയിൽ തലോടിക്കൊണ്ടവൻ കണ്ണുകൾ ഇടക്കി അടച്ചു കളഞ്ഞു. നെഞ്ചിടിപ്പ് മെല്ലെ ശാന്തമായി. കൈകൾ അവളെ സ്നേഹത്തോടെ തഴുകി. അവളുടെ ശ്വാസം നേരെയായതും ഇരുകവളിലും മുത്തമിട്ടവൻ കണ്ണുകൾ അടച്ചു കിടന്നു. രാവിലെ ഹരി കടയിലേക്ക് പോയതും ഗൗരി തൻ്റെ പണികളൊക്കെ തീർത്തു. അലക്കി വിരിച്ച് അകമടിച്ച് വൃത്തിയാക്കി ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയോടെ അടുത്തിരുന്നു. വേഗം തന്നെ കുളിച്ചു വന്നതും ഹാളിൽ നിന്ന് ആരുടെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. മുടിയുണക്കി സാരിയും നേരെയുടുത്ത് ഹാളിലേക്ക് ചെല്ലുമ്പോൾ ബിബിയുടെ അമ്മച്ചിയാണ്. ആ, മോള് കുളിക്കുമായിരുന്നോ? അവളെ കണ്ടപാടെ ചിരിയോടെ ചോദിച്ചതും ഗൗരി പുഞ്ചിരിച്ച് തലയാട്ടി. പിന്നെ കുടിക്കാൻ എടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു. ഹാളിൽ നിന്ന് അമ്മയും അമ്മച്ചിയും ഉമ്മറത്തേക്ക് പോയിട്ടുണ്ട്. രണ്ടാളും നല്ല സംസാരമാണ്. നല്ല തണുത്ത ഓറഞ്ച് ജ്യൂസ് അടിച്ചവൾ രണ്ടാൾക്കും കൊടുത്തു. കൂടെ അവളും കുടിച്ചു. ബിൻസിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് സുജാതെ. അന്ന് അജയുടെ കല്യാണത്തിന് ആരോ കണ്ട് ഇഷ്ടപ്പെട്ട് ചോദിച്ചു വന്നതാ. ചെക്കൻ UK യിലാണെന്ന്. വിടർന്ന അവരുടെ മുഖം. ഗ്ലാസും എടുത്ത് തിരിഞ്ഞു നടക്കാൻ നിന്ന ഗൗരി ഒന്നു നിന്നു. എവിടെയാ വീടൊക്കെ? നല്ല കുടുംബമാണോ? അതേന്ന്. നല്ല പേര് കേട്ട തറവാട്. അവർക്ക് പെണ്ണെ കണ്ട് ബോധിച്ചു. ആദ്യം ചെക്കനെ ഇഷ്ടപ്പെട്ടത്. അവളെ മാത്രം മതി, മിന്നുകെട്ട് വേഗം നടത്തണമെന്നാണ് പറയുന്നത്. ചെക്കൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടെന്ന്. ബിബിയോട് ചോദിച്ചോ? സുജാത തിരക്കി. പറഞ്ഞിട്ടുണ്ട്. അവനായാലും യാതൊരു എതിർപ്പുമില്ല. ഇച്ചായനും അതെ. ഇങ്ങോട്ട് വന്ന ബന്ധമല്ലേ, അങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല. അവൾക്കാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചേക്കുന്ന ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചിരിയോടെ അകത്തേക്ക് പാഞ്ഞു. അത് കേൾക്കെ ഗൗരിയും പുഞ്ചിരിച്ചു. ബിൻസിക്ക് 23 വയസ്സുണ്ട്. കാണാനും വല്ലാത്ത ചേലാണ്. എന്നിട്ടും വരുന്ന ആലോചനകളെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം ചോദിക്കുമ്പോൾ ഇപ്പോഴൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തു പറ്റിയോ എന്തോ. ഗൗരി അടുക്കളയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉമ്മറത്ത് ആ ചർച്ചകൾ തന്നെയായിരുന്നു. ഊണ് കഴിക്കാതെ സുജാത അമ്മച്ചിയെ വിട്ടില്ല. കഴിച്ച് അവർ പോയതും സുജാത കുളിക്കാൻ കയറി. ഗൗരി ഫോണും എടുത്ത് മുറിയിലേക്കും. അനുവിനെ വിളിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. കഴിക്കാൻ എടുക്കട്ടെ ഹരിയേട്ടാ? ഷർട്ടിനഴിക്കുന്നവനെ വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ ഗൗരി തിരക്കി. ഹരി അലസമായി അവളെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തെ ഗൗരവം കാണെ അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഹരിയേട്ടാ? ഗൗരി അകത്തേക്ക് കയറിയതും മുണ്ടു മാറ്റി ഉടുത്ത് ഹരി അവളിലേക്ക് തിരിഞ്ഞു. കറി എന്താ? വീണ്ടും ഗൗരവമാണ് അവനിൽ. ഇതെന്താ മുഖം വെറ്റി വെച്ചേക്കുന്നേ? കണ്ണൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ. അവനെന്തോ പരിഭവം നിറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാക്കി മെല്ലെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ. ഹരി കണ്ണുകൾ താഴ്ത്തി അവളെ നോക്കി. നീ കഴിക്കാൻ വിളമ്പ്, ഞാൻ കുളിച്ചിട്ട് വരാം. അവളെ തിരികെ പുണരാതെ ആ മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ പറയെ ഗൗരി മുഖമുയർത്തി അവനെ നോക്കി. എന്താ ഹരിയേട്ടാ, എന്നോട് പിണക്കാണോ? നെഞ്ചിലെ രോമത്തിൽ വലിച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയതും ഹരിയ കയ്യിൽ പിടിച്ചു. വലിക്കാതെ, വേദനിക്കുന്നു. വേദനിക്കട്ടെ, എന്തിനീ മുഖം കയറ്റി വെച്ചേക്കുന്നേ? അത് പറ. ഹരി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. പിന്നെ കുനിഞ്ഞ നെറ്റിയിൽ ചുണ്ടമർത്തി. നിന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. എങ്ങോട്ടോ നോക്കി അലസമായി അവൻ പറഞ്ഞു. എന്തിനു? ഗൗരിയിലും അലസമട്ടാണ്. ഹരിക്ക് ഇഷ്ടമില്ലാത്ത ആരെയും അവൾ ചിന്തിക്കാറില്ല. ആ തള്ളയില്ലേ, നിന്റെ മുത്തശ്ശി, അതിനൊട്ടും വയ്യെന്ന്. ഇന്നാൾ ബാത്റൂമിൽ നിന്ന് വീണെന്ന്. ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു ഇത്ര നാളും. ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും വയ്യ. ആരോടും മിണ്ടുന്നില്ല, നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവനൊന്ന് നിർത്തി അവളെ നോക്കി. വല്യച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലോ, അതിൽ പിന്നെ തുടങ്ങിയതാ. ഇപ്പോൾ മൂത്ത മോനെ നിന്നെയും കാണണമെന്ന് പറഞ്ഞു പോലും. അതുകൊണ്ട് ഗൗരിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ മുഖത്ത് മാറ്റമൊന്നും വരാത്തത് ഹരിയും ശ്രദ്ധിച്ചു. അച്ഛൻ നിന്നെയും കൊണ്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കുമ്പസാരത്തിനായിരിക്കും. അവസാനം ഹരിയിൽ പുച്ഛം നിറഞ്ഞു. എന്നിട്ട് ഹരിയേട്ടൻ എന്തു പറഞ്ഞു? അവൻ്റെ മുഖം തന്നിലേക്ക് തിരിച്ചാണ് ഗൗരി ചോദിച്ചത്. ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ എല്ലാം കേട്ട് നിന്നു. അവസാനം നിൻ്റെ അച്ഛൻ കൂടുതലൊന്നും പറയാതെ പോയി. നാളെ നമുക്ക് അങ്ങോട്ട് പോവാം. ഹരിയേട്ടാ? ഗൗരി അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. ഇപ്പോൾ അവൾക്കൊട്ടും താല്പര്യമില്ലല്ലോ.
പോയി ആ കിടപ്പൊന്ന് കണ്ടിട്ട് വരാം കുഞ്ഞി, അല്ലാതെ സഹതിപ്പിക്കാനൊന്നുമല്ല. വേഗം പോയി വേഗം വരാം പോരെ. മനസ്സില്ലാ മനസ്സോടെയാണ് ഗൗരി തലയാട്ടിയത്. ഹരി അവളെ ഇറുക്കപ്പുണർന്നുകൊണ്ട് ആ നെഞ്ചിലേക്ക് അമർത്തി. ഇത്ര ക്രൂരമായി നിന്നെ ഉപദ്രവിച്ചിട്ടും അവസാനം നിന്നെ തന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ, അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ.